ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കക്കാർക്ക് കൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഈ വീട്ടിൽ ഇതേവരെ ഒരു വർക്കൗട്ടൊന്നും ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ. അത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഓക്കെ. അപ്പം ഈ ഒരു വർക്കൗട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബിഗിനറായിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് എക്സ്പീരിയൻസ് ആവാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ്. അപ്പം അതിലുപരിയായിട്ട് നമ്മുടെ ഫാറ്റ് ബേണിങ്ങിന് സഹായിക്കുന്ന, നമ്മുടെ മസിൽസിനൊക്കെ ഒന്ന് ടോൺ ചെയ്യാൻ സഹായിക്കുന്ന വർക്കൗട്ട് കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഇന്നേ വരെ വർക്കൗട്ട് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വീട്ടിലിത് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ വർക്കൗട്ടുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പം ഈ വർക്കൗട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഓക്കെ. അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതൊക്കെയാണ് വർക്കൗട്ടുകൾ, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എത്ര റപ്സ്, എത്ര സെറ്റ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പം നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ജമ്പിങ് ആണ്. ഓക്കെ. ജമ്പിങ് എന്ന് ഞാൻ പറഞ്ഞത് വളരെ ഉയർത്തി നിങ്ങളെടുത്ത് ചാടണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കൈകൾ ഇങ്ങനെ വെക്കാം, നിങ്ങളുടെ ചെസ്റ്റൊക്കെ അപ്പ് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നതിന് ശേഷം വളരെ സിമ്പിളായിട്ട്, കണ്ടില്ലേ, വളരെ നോർമലായിട്ട് ദണ്ട് ഇതേപോലെ ചെറുതായിട്ട് നിങ്ങളൊന്ന് ജമ്പ് ചെയ്താൽ മതിയാവും. നിങ്ങൾ 30 സെക്കൻഡ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ജമ്പ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന വഴി നമ്മുടെ ശരീരത്തിലോട്ടുള്ള ഒരു ബ്ലഡ് ഫ്ലോ ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കാനൊക്കെ സഹായിക്കും. നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ സഹായിക്കുന്ന ഒരു കാർഡിയോ വ്യായാമം കൂടിയാണ്. നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് വളരെ ലൈറ്റായിട്ടുള്ള ഒരു ജമ്പിങ് ആണ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ. നിങ്ങളൊരു 30 സെക്കൻഡ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു 5 സെക്കൻഡ് റെസ്റ്റ് എടുക്കാം. അതിനുശേഷം നിങ്ങൾ വീണ്ടും ആവർത്തിക്കുക. അങ്ങനെ നിങ്ങൾ ഒരു 3 സെറ്റ് ചെയ്യുക. ഓക്കെ. 30 സെക്കൻഡ് വെച്ചിട്ട് നിങ്ങളൊരു 3 സെറ്റ് ചെയ്യുക. രണ്ടാമത്തെ നിങ്ങൾ ചെയ്യേണ്ട വർക്കൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പുഷപ്പാണ്. ഓക്കെ. നിങ്ങളുടെ കാലിൻ്റെ മുട്ടുകൾ നിങ്ങൾക്ക് ഇതിനൊക്കെ ഫ്ലോറിൽ കുത്താം. ഓക്കെ. ഒരു തലയാണോ പില്ലോ എങ്ങാനും വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ആ മുട്ട് അത് കണക്ക് ഹോൾഡ് ചെയ്യാം, ഇതേ കണക്ക്. അതിനുശേഷം നിങ്ങളുടെ ചെസ്റ്റൊക്കെ അപ്പ് ചെയ്യുക, നിങ്ങളുടെ കൈ ഷോൾഡർ ലെവലിലോട്ട് കൊണ്ടുവരിക, അത് ഇതേ കണക്ക്. അതിനുശേഷം നിങ്ങളിത് പതുക്കെ, കണ്ടില്ലേ, ഇതേ കണക്കാണ് നിങ്ങൾ പുഷപ്പ് ചെയ്യേണ്ടത്. നീ പുഷപ്പാണ്. ഓക്കെ. നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഫുൾ റേഞ്ച് ഓഫ് മോഷൻ്റെ വീഡിയോസ് അല്ല കാണിക്കുന്നത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾ 12 റപ്സിൻ്റെ 3 സെറ്റ് ചെയ്യുക. അപ്പം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ താഴോട്ട് ഇതൊക്കെ വരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഓക്കെ. മാക്സിമം താഴെ വരാനായിട്ട് ശ്രമിക്കുക. വളരെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ. നിങ്ങൾ ബ്രീത്തിങ് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട്. നിങ്ങൾക്ക് 12 റപ്സിൻ്റെ 3 സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 റപ്സിൻ്റെ 3 സെറ്റ് ചെയ്യാം. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഡിപ്സ് ആണ്. ഓക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡിലോ കസേരയിലോ എവിടെയാണെന്ന് വെച്ചാൽ ഇതേ കണക്ക് ഇതാണ്ട് കാലിൻ്റെ മുട്ടുകൾ ഞാൻ ചെയ്തിരിക്കുന്ന കണക്ക് ഇത്രയും അടുപ്പിച്ച് ഇതേ കണക്ക് ഇരിക്കാം. അതിനുശേഷം നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് വെച്ചിട്ട് വളരെ സാവധാനത്തിൽ പതുക്കെ താഴോട്ട് വരിക. ഇതേപോലെ ഇത് കണക്ക് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. ഇത് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ചെസ്റ്റിന്, നിങ്ങളുടെ ട്രൈസെപ്സിന്, ഷോൾഡറിനൊക്കെ നല്ല ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ബോഡി പൊസിഷൻ കൃത്യമായിട്ടിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. ഇത് കണക്ക് നിങ്ങൾക്ക് ഒരു 10 റപ്സ് അല്ലെങ്കിൽ ഒരു 12 റപ്സിൻ്റെ 3 സെറ്റ് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യാം, അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഓക്കെ. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇത് കണക്ക് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ. ഇത് നമ്മൾ സാധാരണയായിട്ട് കാല് ഒരുപാട് സ്ട്രെയിറ്റ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ തുടക്കക്കാരാണ്, നിങ്ങൾക്കത് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പൊസിഷനിൽ ചെയ്യുന്നത്. അപ്പം അടുത്ത നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ബെഡിൽ ഇതേ കണക്ക് കൈവെക്കാം, നിങ്ങളുടെ ബോഡി ഇതേ ഒരു ലെവലിൽ കൊണ്ടുവരാം. ഓക്കെ. ഇതേ കണക്ക് നിങ്ങൾക്ക് നിൽക്കാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ നിങ്ങളുടെ കാലുകൾ മുകളിലോട്ട് അപ്പ് ചെയ്യുക, ഉയർത്തുക. ഇതേപോലെ മാക്സിമം എത്രത്തോളം ഉയർത്താൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ഉയർത്തുക. 3, 4. നിങ്ങൾ ഒരു കാലിൽ ഈ വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 റപ്സാണ്. ഓക്കെ. 2 കാലിലും കൂടെ നിങ്ങൾക്ക് 30 റപ്സ് ചെയ്യാം. അതേ കണക്ക് നിങ്ങൾക്ക് 3 സെറ്റ് ആവർത്തിക്കാം. ഓക്കെ. വളരെ നല്ല ഒരു വർക്കൗട്ടാണിത്. ഇതേപോലെ നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ. ഇതിൻ്റെ ബ്രീത്തിങ് എന്ന് വെച്ചാൽ നിങ്ങൾ മുകളിലോട്ട് കാല് ഉയർത്തുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക, താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് സ്ക്വാട്ടാണ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ബെഡിൻ്റെ സൈഡിലായിട്ടോ ഒരു ചെയറിൻ്റെ സൈഡിലായിട്ടോ നിങ്ങൾക്ക് ഇത് കണക്ക് നിൽക്കാം. നിങ്ങളുടെ ചെസ്റ്റൊക്കെ അപ്പ് ചെയ്ത് വെച്ച് അതിനുശേഷം നിങ്ങൾക്ക് ഇതേപോലെ ഇരിക്കാം. ഓക്കെ. ഇത്ര മാത്രം. നിങ്ങളൊരു ചെയറിലിരിക്കുന്ന അതേ ഒരു ലെവലിലോട്ട് വരാൻ നിങ്ങൾക്ക് ഇത്ര മാത്രം. നിങ്ങളുടെ ബോഡി നല്ല സ്ട്രെയിറ്റ് ആയിരിക്കണം. നിങ്ങളുടെ ചെസ്റ്റ് നിങ്ങൾ അപ്പ് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് തലയിൽ കൈ ഇതേ കണക്ക് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടും ഈ വർക്കൗട്ട് ചെയ്യാം.
കണ്ടില്ലേ, ഇത് കണക്ക് നിങ്ങൾക്ക് ഒരു 12 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യാം. നിങ്ങൾ താഴോട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക, നിങ്ങൾ മുകളിലോട്ട് ഉയരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ആൻഡ് ബ്രീത്ത് ഇൻ. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പം ബോഡി പോസ്റ്റർ കൃത്യമാക്കിക്കൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് 12 റെപ്സിൻ്റെ അല്ലെങ്കിൽ 10 റെപ്സിൻ്റെ 3 സെറ്റ് ഇതേപോലെ ചെയ്യാം. ഇത് നിങ്ങളുടെ കാലുകൾക്ക് സ്ട്രെങ്ത് തരുന്ന, കാലുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല വർക്കൗട്ടാണ് ഇത്. ഓക്കെ, നിങ്ങൾ ഹാംസ്ട്രിങ്ങിനും തൈസിനും എല്ലാം വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. അപ്പം അടുത്ത നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആപ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ആപ്സ് വർക്കൗട്ടാണ്. നിങ്ങൾക്ക് ഇത് കണക്ക് സ്ട്രൈറ്റ് ആയിട്ടിരിക്കാം. ഓക്കെ, ചെയറിലോ ബെഡിലോ ഇടാൻ. അതിനുശേഷം ഒരു കൈ നിങ്ങളുടെ തലയിൽ ഇതിൻ്റെ സൈഡിലായിട്ട് ഹോൾഡ് ചെയ്തതിന് ശേഷം ഇതേ കണക്ക് നിങ്ങളുടെ കാലുകൾ കണ്ടില്ലേ, ഇതേപോലെ കാല് ഉയരുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ആ ഒരു സൈഡിലോട്ട് ട്വിസ്റ്റ് ചെയ്യണം. കണ്ടില്ലേ, ആ കാല് ഉയരുന്ന സൈഡിലോട്ട് നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യണം ഇതേപോലെ. വളരെ സിമ്പിൾ വർക്കൗട്ടാണ്, പക്ഷേ എഫക്റ്റീവ് വർക്കൗട്ടാണ്. ആപ്സിന് നല്ല വർക്കൗട്ടാണ്. നിങ്ങളുടെ കാലുകൾക്കും ഗുണകരമായിട്ടുള്ള വർക്കൗട്ടാണ്. ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് ഒരു കാലിൽ 15 റെപ്സ് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ 3 സെറ്റ് ആവർത്തിക്കുക. ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് നല്ല സ്ട്രെങ്ത് തരുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ മസിൽസിനെ ട്യൂൺ ചെയ്യാൻ സഹായിക്കുന്ന, നല്ല മസിൽ സ്ട്രെങ്ത് തരാൻ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. ഫാറ്റ് ലോസിന് സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. നിങ്ങൾക്ക് വർക്കൗട്ട് അറിയില്ല എന്നറിയത് നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഈ വർക്കൗട്ടുകൾ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. വളരെ പതുക്കെ സാവധാനത്തിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മതിയാവും. നിങ്ങൾ ഒരുപാട് ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അത്രത്തോളം സാവധാനത്തിലാണ് ഞാൻ ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ കാണിച്ചു തരുന്നത്. അപ്പം നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടാണിത്. ഓക്കെ, ലാസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബെഡിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കൈ ഇതേ കണക്ക് കുത്താം ബെഡിൽ. അതിനുശേഷം നിങ്ങളുടെ കാലുകൾ അല്പം നിങ്ങൾ അകത്തി ഇതേപോലെ വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ വരാം. അതിനുശേഷം നിങ്ങൾ സൈഡിലോട്ട് ഇതേപോലെ കണ്ടില്ലേ, സൈഡിലോട്ട് ഇതേ കണക്ക് നിങ്ങൾക്ക് ഇരിക്കാം. 2 ഇതേ കണക്കിരിക്കാം. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾ ഒരു കാലിൽ ഒരു 10 റെപ്സ് വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 2 കാലിലും കൂടി 20 റെപ്സ്. അങ്ങനെ നിങ്ങൾക്ക് 3 സെറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ബോഡി പോസ്റ്റർ കൃത്യമാക്കിക്കൊണ്ട് സാവധാനത്തിൽ വളരെ കൺട്രോൾ ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ താഴോട്ട് ഇരിക്കുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട്. അടുത്ത കാലി വരുമ്പോൾ ബ്രീത്ത് ഇൻ, അപ്പ്, ബ്രീത്ത് ഔട്ട്. ഇതേ കണക്കാണ് നിങ്ങൾ ബ്രീത്തിങ് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത്. നിങ്ങൾ വീട്ടിൽ വർക്കൗട്ട് ട്രൈ